എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വാൻചോ കേക്കാണ്. വാൻചോ കേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് ഫ്ലേവറിലാണ് വരുന്നത്. ഒന്ന് വാനില ഫ്ലേവറും അതുപോലെ ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറും. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വാൻചോ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഞാൻ ഡാർക്ക് കൊക്കോ പൗഡറാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ അരിച്ചെടുത്ത് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ കൊക്കോ പൗഡറും മൈദയും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ എസൻസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ബട്ടർ എസൻസും 1 ടീസ്പൂൺ വാനില എസൻസും ആണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. കുറച്ചൊന്ന് ബീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കണം. ഞാൻ മൈദ എടുത്ത അതേ അളവിൽ തന്നെയാണ് പഞ്ചസാര പൊടിച്ചതും ചേർക്കുന്നത്. 250 ml കപ്പിൽ 1/4 കപ്പ്. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആക്കിയിട്ട് എടുക്കണം. അപ്പോഴാണ് നമ്മൾ ആ മുട്ടയുടെ മണമൊന്നും ഉണ്ടാവാതിരിക്കുള്ളൂ. ഇപ്പോൾ ഇതാണ്ടില്ലേ, ഏകദേശം ക്രീമി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സിംഗ് ആയിട്ട് പാടില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അതിനുശേഷം നമ്മളിത് അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ കൊക്കോ പൗഡറും അതുപോലെ മൈദ മിക്സ് കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പതപ്പിച്ചെടുത്തിട്ടുള്ള കോഴിമുട്ടയൊക്കെ പെട്ടെന്ന് താഴും. അപ്പോൾ പതുക്കെ വേണം നമ്മളത് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ പതുക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ട്രേ ഒക്കെ റെഡിയാക്കി ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് ട്രേയിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. അധികം ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല, അതിന് മുന്നേ തന്നെ ഞാൻ ഡിമോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വാനില കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു ബൗളിൽ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബട്ടർ എസൻസും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മൈദ നമുക്ക് അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ സ്പീഡിലാണ് ചെയ്യുന്നതെന്ന് തോന്നും. അത് ഞാൻ കുറച്ച് സ്പീഡാക്കിയോണ്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഞാൻ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ട്രേ ഒക്കെ നേരത്തെ തന്നെ ഗ്രീൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഐസിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബേസിൽ കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ലെയർ ഞാൻ ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക ഒരു ലെവലിൽ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ, നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യാം. ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം മാത്രമേ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടിങ്ങനെ ടേൺ ടേബിൾ തിരിച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു ഗനാഷ് എടുക്കുന്നത്. ഇനി അത് എല്ലായിടത്തേക്കും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ വാനില കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതും ഇതേപോലെ തന്നെ നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക ഷുഗർ സിറപ്പ് വെച്ചിട്ട്. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ചേർക്കുന്നത്. മറ്റേതിൻ്റെ മുകളിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ചേർത്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു വാൻചോ കേക്കിന്.
നിങ്ങൾ ഈ ഒരു കേക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ ഒരു വാനില കേക്കും കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഒരു ചോക്ലേറ്റ് കേക്ക് വെച്ചു. അങ്ങനെ 4 ലെയേഴ്സാണ് കേട്ടോ നമ്മുടെ ഈ കേക്കിന്. ഇനി വെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്താൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് നല്ല ഷേപ്പാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. സൈഡിലും ക്രീമൊന്ന് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് കുറച്ച് സമയം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് കൊടുക്കാം. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അതിൽ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലും വേണം ചെയ്യാൻ. അപ്പോഴാണ് ആ ചോക്ലേറ്റ് ഗനാഷിങ് ഒഴിച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് ഭംഗി കിട്ടുള്ളൂ. അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ച് ടൈം എടുക്കും നമുക്ക് നല്ലതായിട്ട് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി സൈഡിലും കൂടി നമുക്ക് ക്രീം തേച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ സ്ക്രേപ്പർ വെച്ചിട്ട് ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ക്രേപ്പർ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാനതൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇനി ആ മോൾ ഭാഗം കൂടി ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെവൽ ചെയ്തതിന് ശേഷം ഞാനിത് അങ്ങനത്തെ ഒരു സ്ക്രേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഡിസൈനാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ആ വര കാണാൻ വേണ്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഗനാഷ് ഒഴിക്കുമ്പോൾ കൂടുതൽ ഭംഗിയാണ് കേട്ടോ ഈ ഒരു വര കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. അതിന് മുകളിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. 1 മണിക്കൂർ മാക്സിമം നമ്മൾ ഈ ഒരു കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്തായാലും സെറ്റ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി സൈഡ് കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഫുൾ കവർ ചെയ്യണം നമുക്ക് ആ കേക്കിനെ. ഇനി ഞാൻ വേറൊരു പൈപ്പിംഗ് ബാഗിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊരു ഡിസൈൻ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കേക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഈ സൈഡ് കൂടി ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ കിട്ടും. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇതിനെ ഭംഗിയിലാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ നമുക്ക് കിട്ടും. കണ്ടില്ലേ? വളരെ അമർത്തിയിട്ടൊന്നും ചെയ്യേണ്ട, പതുക്കെ ചെയ്താൽ മതി. അമർത്തി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ക്രീമൊക്കെ പെട്ടെന്ന് പോവും. അപ്പോൾ ഇനി സൈഡിൽ താഴെ ഇറങ്ങി വന്നിട്ടുള്ള ചോക്ലേറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അതിന് ശേഷം പുറത്തെടുത്തിട്ട് നമുക്ക് ബോർഡർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ബോർഡർ കൊടുക്കുന്നുണ്ട്. ബോർഡർ കൊടുത്താലാണ് നമ്മുടെ എല്ലാ കേക്കിനും അതിൻ്റേതായിട്ടുള്ള ഭംഗി കിട്ടുക. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ വാഞ്ചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.